കുട്ടി സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കൊച്ചു കഥയാണിത്. കഥയിലേക്ക് കടക്കും മുൻപ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കഥ കേൾക്കുന്ന കൂട്ടുകാർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്തരം കഥകൾ കേൾക്കുന്നവർക്കായി ഷെയർ ചെയ്യുക. ഇനി കഥയിലേക്ക്. കുറച്ചു കൊല്ലങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ജീന ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരിയാണ്. ജീനയുടെ അടുത്ത കൂട്ടുകാരിയാണ് അഖില. അഖില മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അഖില തൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറിക്കായി അവധിയെടുത്ത സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നിങ്ങൾ കരുതും പോലെ പ്രഗ്നൻസി ടൈമിൽ സ്ത്രീകൾക്കുണ്ടാകാറുള്ള സ്ലീപ്പിംഗ് പാരാലിസിസ് അല്ല ഇത്. കാരണം ഈ സംഭവം അനുഭവിച്ചത് അഖിലയായിരുന്നില്ല, മറിച്ച് അഖിലയെ കാണാൻ വീട്ടിലെത്തിയ ജീനയായിരുന്നു. സംഭവം ഇങ്ങനെയാണ്. അഖിലയ്ക്ക് ഒരു ആൺകുഞ്ഞു പിറന്നു. ആ കുട്ടിയെ കാണുന്നതിനു വേണ്ടി ജീന അഖിലയുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. ഒരുപാട് തവണ തൻ്റെ ഓഫീസിൽ കേണു പറഞ്ഞതിന് ശേഷമാണ് 1 മണിക്കൂർ നേരത്തേക്ക് അവൾക്ക് ഇറങ്ങുവാനായത്. വളരെ കാലം മുൻപ് ഒരിക്കൽ പോയ ഒരു ഓർമ്മ വെച്ച് ജീന തൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. വിളിച്ചന്വേഷിക്കാനും പറയാനും ഇന്നത്തെ പോലെ മൊബൈൽ ഫോണും വാട്സപ്പും ഒന്നും അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്നില്ല. അധികം ആൾ സഞ്ചാരമൊന്നുമില്ലാത്ത വാഹന ഗതാഗതം പൊതുവെ കുറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്തായിരുന്നു അഖിലയുടെ വീട്. ജീന ഓടിപ്പിടിച്ച് ഒരു വിധത്തിൽ ബസ്സിൽ കയറി. ബസ് ഇഴഞ്ഞ് നീങ്ങി അവിടെ എത്തുമ്പോഴേക്കും 5 മണി കഴിഞ്ഞിരുന്നു. പക്ഷേ മറ്റൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ജീന ബസ് ഇറങ്ങിയ സ്ഥലത്തു നിന്നും അഖിലയുടെ വീടെത്താൻ ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. ആ വഴി ബസ് റൂട്ട് ഇല്ല എന്ന് മാത്രമല്ല, തീർത്തും വിജനമായ വഴിയായിരുന്നു. ജീന ബസ് ഇറങ്ങിയ കവലയിൽ 1-2 ഓട്ടോ കിടപ്പുണ്ടായിരുന്നു. അവൾ ഓട്ടോ പിടിച്ച് അതിൽ കയറി. വിജനമായ കുറ്റിക്കാടുകൾ നിറഞ്ഞ വഴിയിലൂടെ ഓട്ടോ നീങ്ങിക്കൊണ്ടിരുന്നു. അഖിലയുടെ വീടിൻ്റെ താഴെയുള്ള റോഡിൽ വണ്ടി എത്തുമ്പോഴേക്കും സമയം 5:45 മോളെ, വെയിറ്റ് ചെയ്യണോ ഞാൻ? ഈ സ്ഥലമൊന്നും ഈ സമയത്ത് സഞ്ചരിക്കാൻ നന്നല്ല, ഓട്ടോക്കാരൻ ജീനയോട് പറഞ്ഞു. കൂടുതൽ കാശ് വാങ്ങാൻ വേണ്ടിയുള്ള ഓട്ടോക്കാരൻ്റെ ആഗ്രഹം ജീന അപ്പോഴേ തടഞ്ഞു. റോഡിൽ നിന്നും അല്പം ഉയരത്തിലുള്ള വീട്ടിലേക്ക് നടന്നെത്താൻ ജീന അല്പം ബുദ്ധിമുട്ടി. ജീനയെ കണ്ടതും അഖിലയ്ക്ക് സന്തോഷമായി. കുഞ്ഞിനായി കൊണ്ടുവന്ന പുത്തൻ ഉടുപ്പും കരിമഷിയും പൗഡറുമെല്ലാം അവൾ അഖിലയ്ക്ക് നൽകി. അല്പനേരത്തെ കുശലാന്വേഷണത്തിനൊടുവിൽ ജീന പോകാനിറങ്ങി. സന്ധ്യ മയങ്ങി തുടങ്ങിയിരുന്നു. വിജനമായ വഴിയിലൂടെ തനിയെ നടന്നപ്പോൾ ഓട്ടോക്കാരനെ മടക്കി അയച്ചത് തെറ്റായിപ്പോയെന്ന് അവൾ ഓർത്തു. ജീനയ്ക്ക് നല്ല ഭയം തോന്നുന്നുണ്ടായിരുന്നു. അവളല്ലാതെ ആരും ആ വഴിയെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നില്ല. ഇരുവശങ്ങളിലായി തെങ്ങിൻ തോപ്പുകളും കവുങ്ങുകളും നിറഞ്ഞ പ്രദേശം. ചിലയിടങ്ങളിൽ പൊന്തക്കാടുകൾ വഴിയോരങ്ങളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. ഇരുൾ വീഴും മുന്നേ കൂടണയാൻ പറക്കുന്ന പക്ഷികൾ, അവയുടെ കാതടപ്പിക്കുന്ന ചിലമ്പൽ ശബ്ദങ്ങൾ ആകെ ഒരു ഭയാനക അന്തരീക്ഷം സൃഷ്ടിച്ചു. ജീന കയ്യിലെ വാച്ചിലേക്ക് സമയം നോക്കി. 6:40 കഴിഞ്ഞു. എന്നിട്ട് മുഖമുയർത്തിയപ്പോഴാണ് കൺകോണിലൂടെ പിന്നിൽ ഒരു സ്ത്രീ നടന്നു വരുന്നതായി ജീന ശ്രദ്ധിച്ചത്. അവൾക്ക് അല്പം ആശ്വാസം തോന്നി. പിന്നാലെ ഒരാൾ വരുന്നുണ്ടല്ലോ. സാരി ഉടുത്തൊരു സ്ത്രീയാണ്. ചുവന്ന നിറമാണ് മിന്നി മറഞ്ഞത്. അവർ ഒപ്പമെത്താനായി ജീന നടത്തത്തിൻ്റെ വേഗത കുറച്ചു. പരിചയമില്ലാത്ത സ്ഥലത്ത് ആരാണെന്നറിയാതെ നേരെ തിരിഞ്ഞു നോക്കാൻ ജീനയ്ക്ക് മടി. ഏതായാലും
പിന്നിൽ ആൾ വരുന്നുണ്ടെന്ന് അവൾക്ക് വ്യക്തമായി. നടത്തത്തിൻ്റെ വേഗത കുറച്ചിട്ടും പിന്നിലുള്ള ആൾ ഒപ്പമെത്തിയില്ല. പിറകിൽ ആളുണ്ടെന്നുള്ള ധൈര്യത്തിൽ ജീന മുന്നോട്ട് നടന്നു. അങ്ങനെ അവസാനം അവൾ ബസ് സ്റ്റോപ്പിൽ വന്നെത്തി. തൊട്ടുപുറകിൽ ആ സ്ത്രീയുടെ കാൽപ്പെരുമാറ്റം കേൾക്കാം. ഏതായാലും ബസ് വരുന്നതിന് മുന്നേ അവരെ ഒന്ന് പരിചയപ്പെടാമെന്നാണ് ജീന കരുതിയത്. ബാഗിൽ നിന്ന് വണ്ടിക്കൂലിക്കുള്ള പൈസ എടുത്തപ്പോഴേക്കും ബസ് വന്ന് നിന്നു. അവൾ അതിൽ കയറി. ബസ്സിൻ്റെ വിൻഡോ സൈഡിലൂടെ അവൾ ആ ബസ് സ്റ്റോപ്പിലേക്ക് നോക്കി. പക്ഷേ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ശരിക്കും തൊട്ടു പിന്നിൽ ഒരാൾ വന്നത് അവൾ അറിഞ്ഞതാണ്. ആ ബസ്സിൽ അവളല്ലാതെ ആരും അവിടെ നിന്ന് കയറിയതുമില്ല. ശരിക്കും ആ സംഭവം ജീന ഇന്നും ഒരു ഞെട്ടലോടെ ഓർക്കുന്നു. കഥ ഇഷ്ടമായാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത കഥയുമായി വരും വരെ ബൈ.